KT ജലീൽ മാധ്യമങ്ങളെ കാണുകയാണ്. പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തോട് പറയും. അതിലൊന്നും ഒരു തരത്തിലുള്ള പിശുക്കും കാണിച്ചിട്ടില്ല. സാധാരണ ഫേസ്ബുക്കിലൂടെ പറയും, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ പുസ്തക പ്രകാശനമുണ്ട്, അതിനുശേഷം പറയാം. അതൊരു പുസ്തക പ്രകാശനത്തിന്റെ ഒരു പ്രൊമോഷൻ ആയിരുന്നോ ഉദ്ദേശിച്ചത്? അല്ല, അത് നിങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, കാരണം നിങ്ങൾ എന്നെ പൊട്ടനാക്കുമ്പോ നിങ്ങളെ ഒന്ന് പൊട്ടീസാക്കണല്ലോ എനിക്ക്. എങ്ങനെ അതെ, വെളിപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വെളിപ്പെടുത്താൻ. ഈ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ. അഷ്കർ ഇനി എടുക്ക് പോവാം. റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനമെടുക്കേണ്ടതാണ് MLA പറയുന്നത്. PV Anwar പറയുന്നത് ഈ അന്വേഷണം തന്നെ പ്രഹസനമാണ്. അതിന് ഉദാഹരണമായിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നും അൻവർ പറയുന്നു. നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുമ്പോൾ PV Anwar മൊഴിയെടുക്കാൻ പോയത് ഇന്നലെയാണ് ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് താൻ മൊഴി കൊടുത്തിട്ടില്ല എന്നും പറയുന്നു PV Anwar. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തെ MLA എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? പ്രത്യേകിച്ച് പോലീസിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന MLA. വരട്ടെ, റിപ്പോർട്ട് വരട്ടെ, എന്നാലല്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പ്രിജുഡൈസ്ഡ് ആയിട്ട് ആദ്യം തന്നെ ഇന്നതാണ് റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പൊ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അന്വേഷണം ശരിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് എന്റെ ബോധ്യം. അൻവറിന്റെ ബോധ്യം അതായിക്കൊള്ളണമെന്നില്ല.